ത്യാഗസുരവിലസൂരമായ ജീവിതം കൊണ്ട് സൃഷ്ടാവിന്റെ സംതൃപ്തിയും റിളയും കരഗതമാക്കിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ഓർമ്മകളുമായാണ് ഇന്ന് വിശ്വാസികൾ പെരുപെരുന്നാൾ ആഘോഷിക്കുന്നത്. ചെറുപ്പകാലഘട്ടം മുതലേ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു വ്യക്തി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റിളയിലും ത്വാഅത്തിലുമായി ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണം നൽകും. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അതിനുശേഷം അവരിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ. ഓരോ ആളുകൾക്ക് എത്രമാത്രം തഖ്വയുണ്ടോ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ദിവസം ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ നീ പരീക്ഷണങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളും. മഹബത്തിന്റെ ലോകമെന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടേതാണ്. അള്ളാഹുവിനെ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായതും എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടവാചനമായി മാറാനുള്ളതുമായ കാരണം എന്ന് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 25 അധ്യായങ്ങളിലായി 69 സ്ഥലത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞത്. 25 അധ്യായങ്ങളിൽ 69 സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. അതിൽ കാണാം, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, സൂറത്തുൻ നിസായിന്റെ 125-ാമത്തെ ആയത്തിൽ. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ, 1,25,000-ഓളം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്നു. പക്ഷേ അവരെയൊന്നും അല്ലാഹു തആല ഖലീലായി, കൂട്ടുകാരനായി തിരഞ്ഞെടുത്തില്ല. അല്ലാഹു തആല കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആയിരുന്നു. അതിന്റെ കാരണം വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ശിർക്കിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജനിച്ച നാട് ഇറാഖിലെ ബാബിലോണിയ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു. ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബഹുദൈവാരാധകരായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കി ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഏകദൈവമായ അല്ലാഹുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും, നിങ്ങളുടെ ആരാധനകളും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ അല്ലാഹുവിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാലുപാടും നിന്നും എതിർപ്പിന്റെ കൂരമ്പുകൾ ഏൽക്കേണ്ടി വന്നു. പക്ഷേ പതറാത്ത മനസ്സോടുകൂടി, ചിതറാത്ത ചിത്തത്തോടുകൂടി ധർമ്മ സമര പാതയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറച്ചു നിന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ കിങ്കരന്മാര് കൊണ്ടുവന്നിട്ട് തീക്കുണ്ടാരത്തിലേക്ക് ഇടുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാം റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹ് എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ച സമയത്ത് ആ തീയിൽ നിന്നുകൊണ്ട് യാതൊരു പൊള്ളലും ഏൽക്കാതെ യാതൊരു പ്രയാസവും ഏൽക്കാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് വരികയാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. തന്റെ പ്രാണപ്രേയസിയായ തന്റെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ അതിനുശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ, അവരുമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. രാജാവിന്റെ ആക്രമണത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് പാറാൻ എന്ന ബൈബിളിൽ പരിചയപ്പെടുത്തിയ മക്ക എന്ന് പറയുന്ന ഭൂമികയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കെഞ്ചിയിട്ട് പടച്ചവനെ എനിക്കൊരു പൊന്നുമോനെ തരണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകനെ കൊടുത്തു. ആ മകനെയും ഭാര്യയെയും തനിച്ചാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് പോരാനുള്ള ഉത്തരവാണ്. ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വഅതൈനാഹു ഫിദ് ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവിന്റെ ഓരോ കൽപ്പനയും അതുപോലെ അനുസരിച്ചപ്പോൾ ശാകിറൻ അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമയായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്ത് ചെയ്തു കൊടുക്കുകയാണ്. യാതൊരു ഫലവൃക്ഷങ്ങളുമില്ലാത്ത കരിമ്പാറ കൂട്ടങ്ങളുള്ള ആ മരുഭൂമിയിൽ കൊണ്ടുവന്ന തന്റെ മക്കളെ ആക്കി പോരുന്ന സമയത്ത് അവിടെ വെള്ളമില്ല, കഴിക്കാനൊന്നുമില്ല. അള്ളാഹുവിന്റെ കൽപ്പനയെ നടപ്പാക്കി തിരിച്ചു വന്നപ്പോ പ്രിയപ്പെട്ടവരെ ആ പ്രദേശം മൊത്തമാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനാൽ സമ്പുഷ്ടമാക്കുകയാണ്. വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല. ഇവിടെ ഒരിക്കലും പറ്റാത്ത സംസം എന്ന് പറയുന്ന ആ ഉറവ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിനടിയിൽ നിന്നുകൊണ്ട് കാലിട്ടടിച്ച ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുകയാണ്. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പിഞ്ചിളം കുരുന്ന് വെള്ളത്തിന് വേണ്ടിയിട്ട് കെഞ്ചുന്ന സമയത്ത് ആ മകന് എന്ത് കൊടുക്കണമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ് സഫായുടെയും മർവായുടെയും ഇടയിൽ നിന്ന് സംസം എന്ന് പറയുന്ന ആ കിണറ് അവിടെ നിന്നുകൊണ്ട് വെള്ളം പുറപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്നും അത്ഭുതമായി ലോകത്ത് പറ്റാതെ നിൽക്കുന്ന ആ കിണറ് ഒരു അത്ഭുതമായിട്ട് മാറിയെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അർപ്പണ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതിനുശേഷം മകനായ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ ബലിയറുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞ കൊടുത്തപ്പോൾ വഇബ്രാഹിം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. വിശുദ്ധമായ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സൂറത്തു ത്വാഹ നോക്കിയാൽ കാണാം. അതുപോലെ പല അധ്യായങ്ങളിലും ഖലീലുള്ളാഹിന്റെ ചരിത്രം അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയറുക്കാനുള്ള ആജ്ഞ കിട്ടിയപ്പോൾ തന്നെ അതങ്ങ് നടപ്പാക്കുകയാണ്. അപ്പോഴാണ് ബലിയറുക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗവുമായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഒരു നിബിഡവനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ ലയിച്ചിട്ട് ഇങ്ങനെ ആട് മേച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നിബിഡവനത്തിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികത്തി വറൂഹ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആരാണ് അവിടെ നിന്ന് തന്റെ നാഥന്റെ ശബ്ദം ഉയർത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ആ നിബിഡ മരത്തിലിരുന്ന് ഒരു മനുഷ്യൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഏകാന്തനായിരുന്നിട്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ഇപ്പൊ ചെല്ലിയ ദിക്റുണ്ടല്ലോ, ഒന്നുകൂടെ ചെല്ലുമോ?
ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ചൊല്ലിയ ദിക്റിന് പകരമായിട്ട് എന്റെ കയ്യിലുള്ള ആടുണ്ടല്ലോ, ആ ആടിന്റെ പകുതി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞപ്പോ കണ്ണുകൾ അടച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ നാമങ്ങൾ പറയുന്നു. സുബ്ഹൂൻ ഖുദ്ദൂസുൻ റബ്ബുനാ റബ്ബുൽ മലായികത്തി വറൂഹ്. മലക്കുകളെ പടച്ച ഈ സർവാണ്ഡ കടാഹങ്ങളെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമം പറഞ്ഞപ്പോ മഹാനായ ഖലീലുള്ള അവിടെ നിന്ന് പൊട്ടിക്കരയാൻ, എന്റെ റബ്ബിന്റെ നാമം പറഞ്ഞല്ലോ നിങ്ങൾ, അതിന്റെ പകരമായി എന്റെ വക ഇതാ സമ്മാനം എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ആട്ടിൻകൂട്ടത്തെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ എന്റെ റബ്ബിന്റെ നാമമെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ എന്നെ തന്നെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കും, നിങ്ങളുടെ അടിമയായി നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തന്റെ നാഥനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ 1,24,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ട് ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലുള്ളയായി, അല്ലാഹുവിന്റെ കൂട്ടുകാരനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോ പരിഭവം പറയുകയല്ല വേണ്ടത്. ജീവിതത്തിൽ വിഷമങ്ങൾ വരുന്ന സമയത്ത് പല ആളുകളുമുണ്ട്, എപ്പോഴും അവർക്ക് പരിഭവം പറയാനേ നേരമുള്ളൂ, പ്രയാസങ്ങൾ പറയാനേ നേരമുള്ളൂ, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയാറില്ല. അറബികളോട് ചോദിച്ചാൽ കൈഫ ഹാലക്, എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ അവര് പറയും അൽഹംദുലില്ലാ, സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാം റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് സന്തോഷം പറയും, അള്ളാഹുവിനെ നന്ദി പറയും. നമ്മളോട് ചോദിച്ചാലോ നമ്മൾ പറയാം എന്തൊക്കെയാണ് വിഷയം, ഇങ്ങനെ അങ്ങോട്ട് പോണ് അല്ലെ. ഒരു 10 മക്കളുണ്ടെങ്കിലും ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും ആഭിജാത്യവും പ്രൗഢിത്വം ഒക്കെ പടച്ചോൻ എന്നാലും അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞു കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാൻ ഈ അടുത്ത് ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഹോട്ടൽ കഷ്ടപ്പാടെന്നായിരുന്നു. അപ്പോ ഈ സഹോദരനെ ഈ അടുത്ത് ഞാൻ പെരുമ്പാവൂർ വെച്ച് കണ്ടു. കണ്ടപ്പോ ഇദ്ദേഹം അവിടെ ഒരു വാച്ച്മാൻ ആയിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഹോട്ടലൊക്കെ എന്തേ? ഹോട്ടല് നിർത്തി. അപ്പൊ ചോദിച്ചു, ഇപ്പോഴും കഷ്ടപ്പാടാണെന്ന് ചോദിച്ചു. ആ കഷ്ടപ്പാട് മാറിയിട്ടുള്ള ഉസ്താദ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ ഹോട്ടലിന്റെ പേര് തന്നെ ഹോട്ടൽ കഷ്ടപ്പാടെന്ന് ഇട്ടിരിക്കുന്നത്. പിന്നെ കഷ്ടപ്പാട് മാറും. ഇതുപോലെ നമ്മൾ റബ്ബിനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലല്ലേ റബ്ബ് നമ്മുടെ പ്രയാസം മാറ്റി തരുള്ളൂ. ഇത് എന്നും പ്രയാസവും വിഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്നുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നപ്പോഴും അതൊക്കെ ക്ഷമിച്ചു, എന്റെ റബ്ബ് തന്നതാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചപ്പോ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും ജനക്കൂട്ടം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ മക്കയിൽ ഒരുമിച്ച് കൂടുന്നുവെങ്കിൽ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ബലിയറുക്കുന്നുവെങ്കിൽ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വമാണ് ഇതിൽ നിന്നൊക്കെ വിളിച്ചോതുന്നത്. നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നമസ്കാരങ്ങളിലും അത്തഹിയ്യാത്ത് ഓതുമ്പോൾ നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം പറയുമ്പോഴും കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറയുന്നു. അവിടുത്തെ കുടുംബത്തെ 4 പ്രാവശ്യമാണ് നമ്മൾ ആ പേര് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗസുരഭിലമായ ജീവിതത്തിൽ നിന്നുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയുള്ളവരായി നമ്മൾ മാറാൻ ശ്രമിക്കുക. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മുസ്ലിമായി അല്ലാഹുവിന് ഒരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ലോകത്ത് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഹാഫിദ് ജുനൈദ് എന്ന് പറയുന്ന സഹോദരൻ ഒരു പെരുന്നാൾ സുദിനത്തിന് വീട്ടിൽ പോയി പെരുന്നാൾ ആഘോഷിക്കാൻ പോയ സമയത്ത്, പ്രിയപ്പെട്ടവരെ, ട്രെയിനിൽ വെച്ചുകൊണ്ട് മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ഈ പെരുന്നാളിനും ഫൈസാൻ അഹമ്മദ് റസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മയായി മാറുകയാണ്. പ്രിയപ്പെട്ട പിതാവിന് അവസാനമായി കോൾ ചെയ്തുകൊണ്ട് താൻ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പിതാവിനോട് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത്
ആ പ്രിയപ്പെട്ട സഹോദരൻ താൻ പഠിച്ചിരുന്ന മതപാഠശാലയിൽ നിന്നുകൊണ്ട് അംജദിയ കോളേജിൽ നിന്നുകൊണ്ട് തന്റെ നാടായ ബീഹാറിലെ പാറ്റ്നയിലേക്ക് പോകുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരൻ പെരുന്നാളിന് പോയിട്ട് നാട്ടിൽ പോയി തന്റെ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ സുന്ദരമായ ഓർമ്മകളിൽ മനസ്സുകൾ നിറച്ചിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ഇന്ന് പെരുന്നാളിന് അദ്ദേഹം വീട്ടിൽ ആഘോഷിക്കാനില്ല. അതുപോലെ ബെയ്റൂത്തിൽ പെരുന്നാളിന്റെ സുന്ദരമായ ദിനം വന്ന സമയത്ത് പുത്തനുടുപ്പ് വാങ്ങാൻ വേണ്ടി, പെരുന്നാളിന്റെ വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ എത്രയോ പാവപ്പെട്ട മനുഷ്യർ, 30ഓളം വരുന്ന ആളുകളെയാണ് ഇസ്രായേലിന്റെ നരാധനന്മാർ ഈ ലോകത്ത് നിന്നുകൊണ്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ വീടുകളിൽ പെരുന്നാളില്ല, അവരുടെയൊക്കെ വീടുകളിൽ കണ്ണീരിന്റെ നനവാണുള്ളത്. ഈ സമയത്ത് അല്ലാഹു തആല നമുക്ക് തന്ന ആ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെ നമ്മൾ സ്മരിക്കുക. ആ അല്ലാഹുവിന് നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറുക. അതോടൊപ്പം തന്നെ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ പള്ളിക്കാടിലെ മൈലാഞ്ചി ചെടികൾ ഒരുപാട് കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ, നമ്മുടെ മാതാക്കന്മാരുടെ, നമ്മുടെ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ ഉമ്മമാർ, ആ ഉമ്മമാരുടെ കഥകൾ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടികൾ നമ്മോട് പറഞ്ഞു തരുന്നുവെങ്കിൽ ഇതുപോലെ എത്രയോ പെരുന്നാളിന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പുത്തനുടുപ്പ് വാങ്ങിത്തന്ന് അത്തറിന്റെ മണവും പുത്തനുടുപ്പിന്റെ നറുമണവുമായിട്ട് പള്ളിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കൈ പിടിച്ച് നമ്മെ കൊണ്ടുവന്ന നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഉപ്പമാർ പലരും ഖബറിലാണ്. സഹോദരങ്ങളെ, പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ നല്ല വസ്ത്രങ്ങൾ ഇടുന്ന സമയത്ത് അടുക്കളയിൽ നിന്നുകൊണ്ട് ചൂടേറ്റുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമുക്കുണ്ടാക്കി തന്ന ഉമ്മമാർ, നമ്മൾ പെരുന്നാൾ നിസ്കരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരുപക്ഷെ ഉമ്മ കുളിച്ചിട്ടുണ്ടാവില്ല, ഉമ്മ വസ്ത്രം മാറ്റിയിട്ടുണ്ടാവില്ല, നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഉമ്മ. ആ ഉമ്മമാരെ നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ കരങ്ങളും അവരുടെ പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മളെ കാത്തുകൊണ്ട് പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആ മാതാപിതാക്കൾ, അതുപോലെ നമ്മെ സ്നേഹിച്ച ആളുകൾ, അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതുപോലെ കുടുംബങ്ങളിലേക്ക് പോവുക. പെരുന്നാൾ സുദിനത്തിൽ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയുമോ? മുസ്ലിം സഹോദരന്മാർ പരസ്പരം ഒരുമിച്ച് കൂടി പള്ളിയിൽ ഒത്തുചേരുന്ന ആ സമയം, അതുപോലെ അവരുടെ കുടുംബങ്ങളിൽ പോയിട്ട് പരസ്പരം സ്നേഹങ്ങൾ കൈമാറുന്ന സമയം പിശാച് ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുമെന്ന് സയ്യിദുൽ കായിനാത്ത് ആകായം നാംദാർ സർവറെ ആലം താജ്ദാറെ മദീന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉദ്ഹിയത്തിന്റെ തിരക്കിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ മറന്നു പോകരുത്. പെരുന്നാളിന്റെ ടൂറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തവരുണ്ടാകും. അവരൊക്കെ ആദ്യമായി ചെയ്യേണ്ടത് കുടുംബങ്ങളെ സന്ദർശിക്കുക, അതിനുശേഷം നമ്മൾ യാത്ര പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ.